മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് വഴി തെറ്റും, ദൈവത്തിന് വഴി തെറ്റത്തില്ല. മനുഷ്യൻ്റെ സമയത്തിന് ചിലത് നടക്കത്തില്ല, ദൈവത്തിൻ്റെ സമയത്തിന് കൃത്യമായി എക്സാക്റ്റ് ആക്യുറേറ്റ് ടൈമിൽ കാര്യങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഏതെങ്കിലും സമയത്തിലെങ്കിലും വഴി തെറ്റിയിട്ടുള്ളവരാണ്. എന്നാൽ എങ്ങനെയെങ്കിലും ഗൈഡൻസ്, എവിടെയോ ഉള്ള ചില സൈൻ ബോർഡ്സ്, എവിടെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ, എവിടെയുള്ള ചില എഴുത്തുകൾ വായിച്ച് വഴി തെറ്റിയത് ശരിയാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം പറഞ്ഞില്ല. 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്ന് മരുഭൂമിയിലെ സകല വഴികളും കണ്ടുപഠിച്ച മനുഷ്യനായിരുന്നു മോശ. ആ മനുഷ്യൻ പറയുകയാണ്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മരുഭൂമിയിലെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി വഴികൾ അറിയാം. ആ വഴികൾ എല്ലാം ശരിയാണ്, എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കും എന്ന് മോശ ചിന്തിച്ചാൽ തെറ്റിപ്പോയി. സ്തോത്രം. ആ മോശ മരുഭൂമിയിലെ വഴികൾ പഠിച്ചത് കാറോടിച്ചുകൊണ്ടല്ല പഠിച്ചത്, അതോ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടല്ല മോശ മരുഭൂമി പ്രയാണം നടത്തിയത്, മറിച്ച് നടന്നാണ് മോശ ആ വഴി മുഴുവൻ പഠിച്ചത്. ദൈവം തുറന്ന വഴികൾ കണ്ട് പഠിച്ചവനാണ് മോശ. ഈസ് ഇറ്റ് റൈറ്റ്? അതെ. നിങ്ങൾക്കറിയാമോ, അത് ചെങ്കടലിനകത്ത് 6 വരി പാത, നാഷണൽ ഹൈവേ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ട് മോശ എന്ന് പറയുന്ന മനുഷ്യൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് 2ആയി വിഭാഗിച്ച് നാഷണൽ ഹൈവേയിലൂടെ അപ്പുറം കൊണ്ടുപോകുന്ന പോലെ സ്വർഗത്തിലെ ദൈവം നടത്തിയ വഴികൾ കണ്ണുകൊണ്ട് കണ്ടവനാണ് മോശ. സ്തോത്രം. മരുഭൂമി മുഴുവനും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ പ്രൊവിഷനും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ അനുഭവിച്ച് കണ്ട മനുഷ്യൻ പിന്നെയും ചിന്തിക്കുന്നു, എന്തെങ്കിലും സാഹചര്യത്താൽ എനിക്ക് വഴിതെറ്റാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ദൈവത്തിൻ്റെ വഴി കാണിക്കുവാൻ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എവിടെയെങ്കിലും വഴികളൊന്നും മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, റെക്ടിഫൈ യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്. ദൈവത്തിൻ്റെ വഴി എനിക്ക് കൊതിയാണ്, ദൈവത്തിൻ്റെ വഴി എനിക്ക് കാണണം, ദൈവത്തിൻ്റെ വഴി എനിക്ക് അറിയണം, ദൈവികമായ സൈൻ ബോർഡ്സ് എനിക്ക് വേണം, ദൈവികമായ ചില ഡൈവേർഷൻസ് എൻ്റെ ജീവിതത്തിൽ വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേർ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞാനൊരു ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം എന്നോടൊന്ന് ഇടപെടണമേ, ദൈവം ചില വഴികൾ എനിക്ക് കാണിക്കണമേ, നിന്റെ ആലോചന എന്നെ അറിയിക്കണമേ, നിന്റെ ഇഷ്ടത്തിൽ നടക്കാൻ ഞാൻ പ്രിയപ്പെടുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് ഹൃദയത്തിൽ ആഴമായി ആഗ്രഹിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ വഴി കാണിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്.